അസ്സലാമലൈക്കും. റസിയാസ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെ നമുക്കൊരു പായസം റെഡിയാക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് തേങ്ങ, കപ്പലണ്ടി, നട്ട്സ്, മുന്തിരിങ്ങ, നെയ്യ്, ഏലയ്ക്ക. നമ്മളെടുത്തരച്ച പഴം എല്ലാം ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. തേങ്ങയൊക്കെ ഏതാണ്ട് ചുമന്ന് വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വരണം. അതിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച അരിഞ്ഞു വെച്ച പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ആ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം. ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ പഴം ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അര ഗ്ലാസ്. അര കവർ പാലും. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. അതിലോട്ട് 3-4 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി അടിച്ചു വെച്ച മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാലൂടെ ഒഴിച്ചു കൊടുക്കണം. കട്ടി കൂടി വന്നാൽ നമുക്ക് അര ഗ്ലാസ് പാല് വേണമെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കണം. അതിലോട്ട് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നേന്ത്രപ്പഴം കൊണ്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സൊക്കെ അതിലിട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം കൊണ്ടാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലും കൊണ്ടുണ്ടാക്കിയ പായസമാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.